അല്ലയോ പോവാം. എത്ര നാളായി ഇവിടെ വന്നിട്ട്? നമ്മളിവിടെ കുറച്ച് പുതിയതാണേ. നാളായി, 2-3 മാസമായി. 2-3 മാസമായല്ലേ നമ്മളിവിടെ ലാൻഡ് ചെയ്തിട്ട് കുറച്ചായുള്ളൂ. ഇതിന് മുമ്പ് എവിടെയായിരുന്നു കുഞ്ഞെ? ഇതിനു മുമ്പ് യൂറോപ്പില്. ഞാൻ യൂറോപ്പിലായിരുന്നേ. യൂറോപ്പിൽ ഞാനൊരു 3 വർഷത്തോളം ഉണ്ടായിരുന്നേ. ആണോ? ഞാൻ യൂറോപ്പ് ബെർമനായിരുന്നു. ബെർമൻ. ഓ, ഞാനങ്ങ് റോക്ക് സ്റ്റോക്ക് ആണല്ലേ? കുറച്ച് മുകളിലോട്ട് വരും. ഞാൻ റോക്ക് സ്റ്റോക്കില് നമുക്ക് ഇപ്പൊ 10-12 ഗ്യാരേജ് ഒക്കെ ഉണ്ട്. ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നാണ് സംഘം. ഓ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടാവും. നമ്മളിച്ചിരി സീനായിരുന്നു. പിന്നെ അവിടെ കലയിച്ച് കുറച്ച് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് മുങ്ങി. നമ്മള് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു, അമേരിക്കയിലോട്ട് പോകുന്നു. കുറച്ചാള് കാലിഫോർണിയയിൽ കിടന്ന് കളിക്കാലെന്ന് വെച്ച്. Continue à esquerda e depois vire à esquerda. ഏതാ? Vire à esquerda. അതിടന്നേ ഫ്രണ്ട് ഇടലേക്ക് ഒതുക്കിക്കുന്നു. സെറ്റിംഗ്സില് ഗെയിം പ്ലേയില് നാവിഗേഷൻ മോഡാണ് തോന്നുന്നത്. മറ്റേ Esqueça isso. Eu encontro uma nova rota. അത് താഴെയാന്ന് തോന്നുന്നു. താഴെ മറ്റേ റേഡിയോ ആന്ന് തോന്നുന്നു. ഇതിലാണോ അത് മറ്റേ ചാറ്റ്? അത് മറ്റേ ഓഡിയോ അല്ല. ഓഡിയോയില് താഴോട്ട് പോകുമ്പോഴത്തേക്ക് മദർ ഇതെവിടെ ഇരുന്ന് നാവിഗേഷൻ മോഡ്, സ്മോൾ റോഡ്സ്, വോയിസ് നാവിഗേഷൻ മാറ്റിയാ? ക്യാമറ കയറിപ്പുണ്ടോ അവിടെ? സ്കാൻ ചെയ്യാനുണ്ടോ ഇപ്പൊ? സ്കാൻ ചെയ്ത സാധനം അടിച്ചാ മറ്റേ വെയിറ്റ് മെഷീൻ കയറണോ? കയറണോ? ചുവപ്പാണോ പച്ചയാണോ? ഞാനിവിടെ എനിക്ക് പച്ചയാ. കേറാം. കുറെ ആൾക്കാരുണ്ടല്ലോ. ഇറങ്ങിയാ എന്തോന്നല്ലോ ജെറ്റോ കുറച്ച് എത്ര 4, 6, 7, 8, 9, 10, 11, 12
ആ ക്യാബിനെ തന്നെയല്ലേ 12 വീലും. പന്ത്രണ്ട് 13 14 മൊത്തത്തിൽ 14 പേര് ട്രക്കിന് മാത്രം, ട്രെയിലർ ഉൾപ്പെടാതെ. കൊള്ളാല്ലേ, വഴി തിരക്കുണ്ടല്ലേ, എനിക്കിതാ ഇഷ്ടപ്പെട്ടെ. കൊള്ളാല്ലേ. അത് യൂറോപ്പിൽ കോൺവേയിൽ കയറിയാൽ ഇതൊക്കെ തന്നെയല്ലേ. പക്ഷെ ഇതിന്റെ അത്ര വൈബ് എനിക്ക് തോന്നാറില്ല. നീ എന്തിനാണ് എന്നെ കൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ വാങ്ങിയിട്ടില്ല? സത്യം പറഞ്ഞ ഞാൻ പണ്ട് ഇതിൽ കയറിയപ്പോ ട്രക്കേഴ്സിന്റെ കയറിയപ്പോ ആൾക്കാരില്ലായിരുന്നു ഇതിന്റെ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് മേടിച്ചപ്പോഴത്തേക്കുണ്ട് ആൾക്കാർ ഉണ്ട് കേട്ടോ. ഇത് ഓൺലൈനൊക്കെ എത്ര ഒരു 200 രൂപ കളിക്കും ചില സമയങ്ങളിൽ, രാവിലെ സമയങ്ങളിലൊക്കെ 200, രാത്രി 200 അത്ര കളിക്കും. പക്ഷെ മറ്റേതൊക്കെ അത്ര കാണാൻ പറ്റത്തില്ല. ഇത് വല്ലപ്പോഴും വലിയ കമ്പനി അതങ്ങനെ ഇതാണ്, വലിയ കമ്പനി സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഇവിടെ. അതുകൊണ്ടാണ് പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങിയത്. ആൾക്കാർ മറ്റെല്ലാം അതിലോട്ട് കയറിയത്. ടോപ്പ് ഓർഡർ ഇവിടുത്തെ വൈബ് അത് കിട്ടത്തില്ല യോക്കോ. ഇതിന്റെ ഒരു വൈബ് ഇല്ലേ കാണാൻ വേണ്ടി? അമ്മ ഇതില് എനിക്ക് 2 വൈബുണ്ട്. പക്ഷെ ഞാൻ ഇതെടുത്തതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിയറിങ് യൂറോപ്പിനേക്കാൾ കൂടുതൽ കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യണത് ഇതിനകത്ത്. എനിക്കിത് ഇഷ്ടം. കാണാൻ നല്ല വൈബാണ് സ്ഥലങ്ങൾ. മറ്റേത് കണക്കൊക്കെ അത്ര ഇതാവത്തില്ല എനിക്ക്. അമേരിക്കക്ക് അമേരിക്കയുടെ ഭംഗിയുണ്ടേ, യൂറോപ്പിന് യൂറോപ്പിന്റെ ഭംഗി. അത് ശരി. പക്ഷെ എന്നാലും പ്രത്യേക വൈബ് ഇങ്ങനത്തെ വഴികളൊക്കെ പോകാൻ വേണ്ടി വളവും തിരിവൊന്നും ഇല്ലെങ്കിൽ ഇത്രയും വൈബാണ് കാണാനൊക്കെ. താഴത്തെ അരുവിയുണ്ട്, താഴെ ചെറിയൊരു തോട് പോയിട്ട് ഇതാണ് മറ്റേ വെയിലിൻ്റെതാണ്. ചൂടുകാരല്ലേ. പുലർച്ചെയാണ് വണ്ടി എടുത്തത്. നമ്മള് പുലർച്ചെ എടുത്തത്. ഉണ്ടല്ലോ അവിടെ എന്താ എഴുതിച്ചിട്ടുണ്ട്. എന്തുള്ള റോഡ് വർക്കാ. ഓ ഫ്രണ്ട് ട്രാഫിക് ഉണ്ട്. ഇവിടെ എന്താ പച്ചയാണ്, പച്ച കത്തിയാണ്. അത് ഇവിടെ ഒരു കമ്പനി ഉണ്ട്. ഇതൊരു കമ്പനി സെറ്റപ്പാണ് കേട്ടോ. ഇത് താൽക്കാലിക കമ്പനി സെറ്റപ്പാണ്. ഈ കാണുന്ന സ്ഥലം കണ്ട യോക്കോ, ആ സ്ഥലം അവിടെ കണ്ട, ആ വണ്ടി എടുക്കുന്ന കണ്ട. അവിടുന്ന് ജോബ് എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ജോബ് എടുക്കാൻ പറ്റും. ഈ സ്ഥലത്ത് കമ്പനിയാണ് റോഡിന്റെ വണ്ടി എടുക്കുന്നത്. റോഡിന്റെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്താ? റോഡിന്റെ ആ
അവിടെ കൃഷി ചെയ്യുന്നൊക്കെ സ്ഥലമുണ്ട്, കൃഷി കഴിഞ്ഞ സ്ഥലം റൈറ്റ് സൈഡിൽ കാണുന്നത്. അവിടെ നെല്ലെല്ലാം തൊയ്ത്. നെല്ലല്ലേ? നെല്ലാണ്, എനിക്കറിഞ്ഞൂടാ. നെല്ലാണ്, നെല്ല് കൊയ്തിട്ടുള്ള ബാക്കിയുള്ള വേസ്റ്റ് ആണ് ആ റോഡ് വെച്ചേക്കുന്നത് അവിടെ. അല്ല, നമ്മളിവിടെ ആദ്യമാണ്, നമുക്ക് നെല്ലാണോ ഗോതമ്പാണോ എന്ന് അറിഞ്ഞൂടാ. ഗോതമ്പൊക്കെ ഗോതമ്പായി അറിഞ്ഞൂടാ. നെല്ലും ഗോതമ്പൊക്കെ ഇതെന്താ പിന്നല്ല അവിടെ ഒരു എസ് സി ലോറി കിടക്കുന്നത്, എസ് സി ടിപ്പറാണ് കിടക്കുന്നത് അവിടെ. അത് കണ്ടാ? അത് ഞാൻ അത്ര ഒന്നും എത്തിയടാ. നമുക്ക് പയ്യെ വരാനേ പറ്റുന്നത്. നമ്മുടെ ട്രക്ക് മിനിമൽ സ്പീഡിന്റെ ആളാണ്. ഞാൻ പതിയാണ് അതുകൊണ്ട് പോകുന്നത്. ഇപ്പഴാ ഞാനിവിടെ വന്നത്. പുറകെ വന്നെ എസ് സിയുടെ കാര്യമാണ് പറഞ്ഞത്. അത് എസ് സി ട്രിപ്പർ അല്ല കേട്ടോ. അത് അമേരിക്കൻ വണ്ടി കുറച്ച് പറഞ്ഞോളൂ. നിർത്തി അവൻ. ഞാനെന്തിനാ വണ്ടി നിർത്തിവെച്ചോണ്ടിരിക്കണേ? ഉണ്ടായിരുന്നോ? ശശിപുരം നാട്ടിൽ കൊല്ലത്താണ്. ഇന്നത്തെ കൊല്ലത്തെ വിശേഷങ്ങൾ കൊല്ലത്തിലെ വിശേഷം എന്ത് വിശേഷം? എന്തായിരുന്നു നാട്ടിലേക്ക് തിരിച്ചു പോണേ? നാട്ടിലേക്ക് തിരിച്ചു പോണേ? 2 മാസം കഴിയുമ്പോ പോണം. 2 മാസം കഴിയുമ്പോഴോ? കമ്പനി അവധിയുണ്ടേ. കമ്പനി ഹോളിഡേ വരുന്നുണ്ടോ? ബ്രോക്ക് മറ്റേ നമ്മുടെ കമ്പനിയിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് തരുമോ ബ്രോ? പിന്നെ കമ്പനിയല്ലേ മൊത്തം ചെലവ് എടുക്കുന്നേ. കമ്പനിയാണ് മൊത്തം ചെലവ് എടുക്കുന്നത്. ആണല്ലേ? അതെ. നമ്മളിവിടെ സ്വന്തമായിട്ട് ചെറിയൊരു കമ്പനി തുടങ്ങിയാലും ഇങ്ങനെ ആലോചിച്ചായിരുന്നേ. ഭയങ്കര എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് വേണ്ടത്. ഇപ്പൊ തന്നെ ആവശ്യത്തിലേറെ കടമുണ്ടല്ലോ. ഞാൻ കാരണം അവിടെ ഒരു വണ്ടി ഇടിച്ച്. അയ്യോ, എവിടെ? എന്റെ പുറകില്. ഞാൻ റൈറ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടതാ. പുള്ളി അവിടെ കാറുകാരൻ ഒറ്റ ചവിട്ട് പുറകിലൊരു ട്രക്ക് വന്ന് കയറി അവന്റെ. ഇത് കൊള്ളാം കട. റോഡ് ചെയ്തിട്ടുണ്ട മാർക്കിങ് ആയിട്ട്. മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നു. എങ്ങനെയുണ്ട്? ടൈമിംഗ് ആണോ? ടൈമിംഗ് ആണ്. മഴ പെയ്താ? മഴ പെയ്തു. ടൈമിംഗ് ആണല്ലോ. അപ്പം മഴ പെയ്തു. പിന്നെ സൂര്യൻ പോയപ്പോ വെട്ടം കുറഞ്ഞില്ല ഇപ്പൊ. ഇത് കൊള്ളാം. വഴിമാര് വന്നിട്ട് ഫോണെടുത്തപ്പോ അവിടെ ഫോണെടുത്തപ്പോ വഴിമാര് വന്നിട്ട് അവൻ കാറുകാരൻ മാറ്റി ജോക്കപ്പ് ഫോണെടുത്തിരുന്നു അവിടെ ഫ്രണ്ട് പേര്. അവൻ വഴിമാര് വന്നിട്ട് അവിടെ ചായ കുടിക്കാൻ വഴിയുണ്ട്.
കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ഞാനിപ്പോ വന്നിട്ട് ആദ്യത്തെ മഴയാണ് കേട്ടോ. മഴ നല്ലതാണെന്നാണ് പറയണത്. ഇത് തുടക്കമാണോ? മഴക്കാലമാണ്. എന്ത് വർത്താനം? മഴയൊക്കെ നിൽക്കാണ്ട് പെയ്യും. പാലം കാണാൻ പറ്റിയല്ലോ കേട്ടോ. ആണ്. കാണാൻ പറ്റിയല്ലോ കേട്ടോ. പിന്നെ കാണാൻ പറ്റിയ പ്രാവശ്യം ഈ പാലല്ലേ മറ്റേ തകർന്നു പോലെ. ഏത് മറ്റേ എട്ടുകാലി മനുഷ്യൻ. അയ്യോ ഒരു ആക്സിഡന്റ്. ഇതിന് കണ്ണൊന്നുമില്ല കേട്ടോ ഇതിന്. അല്ല എങ്ങോട്ടാ പോണേ? നേരെ നേരെ കണ്ടേ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ വന്ന് ബ്രേക്ക് പിടിച്ച് ഒന്ന് നിർത്തി. പേടിച്ച് കൊടുത്തേ. മഴ തീർന്നാണ്. ഏത് ടൈമിങ്ങിന്റെ കൊള്ളാം, സെറ്റാണ്. അയ്യോ ഒരു കോള് വരുന്നോട്ടോ എനിക്കുള്ള. ഒതുക്കണ ഒതുക്കണ്ട ഒതുക്കണ്ട ഓടിച്ചു ഓടിച്ചു.
വൃത്തിയേക്ക് പോണേ. ഹലോ, ഞാൻ കിട്ടിയ സമയത്ത് ഞാൻ ഇച്ചിരി ചായയൊക്കെ ഉണ്ടാക്കി. ലെഫ്റ്റ് അല്ലേ? നമ്മളങ്ങനെ ഒക്കലാൻഡ് എത്തിയല്ലയോ? അതെ, എത്തിയോ? കേറിയോ? ഓ, എത്തി. കയറ്റത്തിലൊന്നും കൊണ്ടോ ചവിട്ടിത്തരല്ലേ, കേറൂല പിന്നെ. എന്റെ അമ്മ, ഇത് എന്താ ഇവിടെ തീ പിടുത്താ? ഫാക്ടറിയിൽ നിന്ന് അങ്ങനെ പുക കണ്ടാ? ഓ, ഇപ്പോഴാ കണ്ടേ. എന്തോ കത്തിക്കുന്ന അമ്മ. ഓ, മൊത്തം ഇതാണല്ലോ, തന്നെയാണ്. സിഗ്നൽ. മറ്റേ ട്രക്കുകാരൻ, അവൻ ഏത് ഇടവഴി കയറി ഇവിടെ വന്നു കേട്ടാ. നീ പറഞ്ഞ നേരത്തെ വന്നതാ? അവനാന്ന് തോന്നുന്നത്. അവനാണാ? അവനാണാ? അവന്റെ മഞ്ഞല്ലായിരുന്നാ? അറിഞ്ഞൂടെ, എനിക്കറിഞ്ഞൂടാ. നിന്റെ വണ്ടിയുടെ വാല് കാരണം ഒരു പയ്യന് കാറും കൊണ്ട് പോകാൻ പറ്റുള്ളൂ മാറ്റി. ട്രാഫിക് ആടാ അവിടെ. വളച്ചെടുക്കാൻ എനിക്ക് കലയിലോട്ടൊക്കെ ഓർമ്മ തന്നെ കാണുമ്പോഴാ. ഇത് ഇടിക്കും. വെയിറ്റ് ചെയ്ത് പോട്ടെ ഒന്ന്. ഇത് ഇടിക്കും. എന്റെ വണ്ടിയുടെ പേര് ഇത് വാൾട്രാ. ഇത് ഈ ട്രക്കിന്റെ പേരെന്തായിരുന്നു? അത് അതിന്റെ പേര് ഡബ്ല്യു ആണ്. എന്തായാലും എന്തേലും നടപടി ഉണ്ടാവോ? പോണ്ടേ, കാറുകാരെ വളച്ചെടുത്ത് പോണ്ടേ. ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ തട്ടു. അത് മറ്റോ ആണെങ്കിൽ മലയാളികളുടെ പേര് കളയാനായിട്ട് സത്യം വന്നേക്കുക. എടാ, ഞാൻ നിങ്ങോട്ട് പല തവണ പറഞ്ഞാണ് ഇത്രയും വലിയ വണ്ടിയൊക്കെ ആയിട്ട് അറിയാത്ത വഴിക്കൂടി പോയത്. ഞാൻ കമ്പനിക്ക് ഇത്രേ ഉള്ളൂ. നമ്മളെപ്പോലെ ഓൺ കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളവിടെ ഈ ഗിയറുള്ള വണ്ടി ഓടിച്ചേ ഈ ഓട്ടോമാറ്റിക് ആയി കഴിഞ്ഞപ്പോ ഉമ്മ കയറി ചവിട്ടും. അത് ചെയ്യാൻ വൺ ട്രാഫിക് ടെസ്ല കിടക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ ബെല്ലടിച്ചൊക്കെ വിടത്തുള്ളു. നമ്മളിടയ്ക്ക് ലൈൻ ബസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്.
ഉണ്ടോ? എന്താണ് റിവേഴ്സ് പാർക്കിംഗ്. വണ്ടി കൊള്ളാം അവിടെ, കുറച്ച് ലക്ഷറി വണ്ടി അറിയാലോ ഞാൻ ഈ കാശുള്ള. അടുത്ത് നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? അടുത്ത് എങ്ങോട്ടാ പോകണ്ടേ? അടുത്ത അങ്ങോട്ട് പോകണ ഇതിന്ന് പാർക്ക് ചെയ്യണല്ലോ. എന്റെ പാർക്ക് ചെയ്യണ സ്ഥലം എവിടെയെന്ന് അറിഞ്ഞൂടാ. അല്ലാണ്ട് ഇവിടെയാണ്, ഇവിടെ 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 എവിടെയാണ്. എവിടാ? ഇവിടെ ഇല്ലല്ലോ.